ആലപ്പുഴയിൽ നവജാത ശിശുവിന് അസാധാരണ വൈകല്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബം സമരത്തിലേക്ക് കടക്കുന്നു. സത്യത്തിന് വിലയില്ലാത്ത രീതിയിലാണ് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടെന്ന് പിതാവ് അനീഷ് മുഹമ്മദ് 24-നോട്. ഡോക്ടേഴ്സിനെതിരെ തുടർ നടപടി സ്വീകരിക്കുന്നത് വരെ ആശുപത്രിക്ക് മുന്നിൽ സത്യഗ്രഹ സമര പരിപാടി തുടരുമെന്ന് പിതാവ് വ്യക്തമാക്കുന്നു. ഇന്നലെ ആലപ്പുഴയിൽ ഉണ്ടായിട്ട് ഞങ്ങളുടെ കുടുംബമൊന്നും സന്ദർശിക്കാൻ വന്നില്ല. ആ ആരോഗ്യമന്ത്രിക്ക് മുമ്പാകെ സമർപ്പിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2 ഡോക്ടർമാർക്ക് താക്കീത് എന്ന് മാത്രമേ ഉള്ളൂ. ആ താക്കീത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ളൊരു നടപടിയിലേക്ക് കൊടുക്കണമായിരുന്നു. നീതി ലഭിക്കുന്നത് വരെ ഞാൻ ഇത് മുന്നോട്ട് പോകും. ഇനി ഒരാൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുത്. അതെ, സമരത്തിലേക്ക് തന്നെ പോകും. ഞാനും കുഞ്ഞും വൈഫും കൂടെ ആശുപത്രിയുടെ മുമ്പിൽ സമരത്തിന് പോകും. മനീഷ് മഹിപാൽ തത്സമയം ചേരുന്നു. മനീഷ്, എന്താണ് ഈ കുടുംബം ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാൻ? ഈ റിപ്പോർട്ടിൽ അവർ വിശ്വസിക്കുന്നില്ല അല്ലേ? അതെ എസ്കേൻ, അതായത് ഈ ആരോഗ്യമന്ത്രി രൂപീകരിച്ചിട്ടുള്ള വിദഗ്ധ അന്വേഷണ സമിതി ആരോഗ്യ അസിസ്റ്റന്റ് ഡയറക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചത്. അതിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല. അതായത് 2 തരം ഡോക്ടർമാരാണ്. ഒന്ന് സർക്കാർ ആശുപത്രിയിലെ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ, ഒപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലെ 2 ഡോക്ടർമാർ, അതായത് ഈ റേഡിയോളജിസ്റ്റായി ലാബിൽ ജോലി ചെയ്യുന്ന 2 ഡോക്ടർ. അങ്ങനെ 4 ഡോക്ടർമാർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ 4 ഡോക്ടർമാരുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷേ അവരുടെ വശം കുറ്റകരമായ അനാസ്ഥ, ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള പരാമർശം മാത്രം റിപ്പോർട്ടിൽ എഴുതി കൈകഴുകലാണ് ഇവരുടെ ഈ രീതി എന്നാണ് നിലവിൽ ഈ പിതാവ് അനീഷ് മുഹമ്മദ് ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർക്ക് താക്കീത് മാത്രം നൽകുന്നു. ഒപ്പം തന്നെ ഈ സ്കാനിംഗ് സെന്ററിനെതിരെ താൽക്കാലികമായൊരു നടപടി എടുക്കുന്നു, അത് സീൽ ചെയ്ത് പൂട്ടുന്നത്. പക്ഷേ പഴയ റെക്കോർഡുകൾ അല്ലെങ്കിൽ പുതിയ രേഖകളൊക്കെ തന്നെ സംബന്ധിച്ച് പുതിയൊരു അപേക്ഷ കൊടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലാബ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ണിൽ പൊടി വാരിയിടുന്ന പരിപാടിയാണ്. ഇപ്പോൾ നിലവിൽ ഈ കുടുംബം സമരത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ആലോചിക്കുകയാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുൻപിൽ ഭാര്യയും കുഞ്ഞുമൊക്കെയായി അവിടെ പോയി ഇരുന്ന് സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് പറയുന്നു. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആലപ്പുഴയിൽ എത്തിയിട്ട് പോലും ഈ കുടുംബത്തെ സന്ദർശിച്ചില്ല. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ജോലിയാണ്. അത് ആ കുഞ്ഞിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഏത് വിധത്തിൽ സർക്കാർ സഹായിക്കും, ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് വിളിക്കുന്നു എന്നല്ലാതെ പരിശോധനാ ഫലം കൂടി ഇവരെ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം MRI സ്കാൻ എടുത്തിരുന്നുവെങ്കിലും MRI സ്കാൻ റിപ്പോർട്ടിലെ ഫലം എന്താണ്, ഈ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളുടെ സ്ഥിതി എന്താണ്, MRI സ്കാൻ എടുത്താൽ അത് ഒരു 2-3 മണിക്കൂറിൽ തന്നെ അതിൻ്റെ വിശദമായ റിപ്പോർട്ട് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ അതുപോലും കുടുംബത്തോട് വ്യക്തമാക്കുന്നില്ല. പല കാര്യങ്ങളിലും ആശുപത്രി അധികൃതർ സുതാര്യത കാണിക്കുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ തങ്ങളുടെ ജീവിതം വലിയ ആശങ്കയിലാണ്. കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണോ എന്ന കാര്യം പോലും ഡോക്ടർമാർ വ്യക്തമാക്കുന്നില്ല. ചികിത്സാ ചെലവ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല. ആരോഗ്യമന്ത്രി ആലപ്പുഴയിൽ വന്നിട്ട് കുടുംബത്തെ കാണാനെത്തിയില്ല. അങ്ങനെ ഉള്ള വലിയ പരാതിയുണ്ട്. ഇത്രയും വലിയ വിവാദമായ വിഷയത്തിൽ പോലും സർക്കാർ വേണ്ട വിധത്തിൽ ഈ കുടുംബത്തെ പരിഗണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. പക്ഷേ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇനി കൂടുതൽ കാര്യം വ്യക്തമാക്കേണ്ടത് ആരോഗ്യമന്ത്രി കൂടിയാണ്. കുടുംബം ഏറ്റവും അടുത്ത ദിവസം മുതൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സമരം ആരംഭിക്കുമെന്നാണ് അറിയിക്കുന്നത്. SKN.